അയ്യോ അയ്യോ, മിഷൻ സക്സസ് ദൈവമേ. ഇന്നലെ മഴയത്ത് ആ ടാങ്കർ എടുത്ത് വെളിയിലിട്ടില്ലായിരുന്നെങ്കിൽ ഈ കടയിലുള്ള തീ അണയ്ക്കാൻ വേണ്ടി വെള്ളത്തിന് ഞാൻ എവിടെ പോകുമായിരുന്നു? ഇല്ലെങ്കിൽ ഈ കടയും കത്തി, ദോ ഇരിക്കണം ആ കടയും കത്തി, അപ്പുറത്തെ കടയും കത്തി, താമസിച്ച് വന്നതിന് നാട്ടുകാർ എന്നെയും കൂടെ കത്തിച്ചേരാ. ഈ കടയുടെ ഓണർ അവിടെ ചെന്ന് കിടക്കണ്ടേ? മഴനീർത്തുള്ളികൾ തണ്ണീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും. കടയൊക്കെ ഭയങ്കര സെറ്റപ്പ് എന്നല്ലേ? അടിച്ച് നനച്ച് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലേ ഇവിടെ? ഇവിടെ സൗകര്യം കുറവാണ്. അവിടെ നല്ല സൗകര്യമുണ്ട്. എവിടെ? നനഞ്ഞ തുണിയിട്ട് അടിക്കല്ലേ, ഭയങ്കര വേദന അടിക്കല്ലേ. കാര്യം പറഞ്ഞു നിങ്ങളെ. താൻ എന്താണ് എന്റെ കടയിലോട്ട് വെള്ളം അടിച്ചു വെച്ചത്? ഒരു കട തീ കത്തുമ്പോ ഫയർഫോഴ്സുകാർ ഓടി വന്ന് പൂവും കല്ലും മണ്ണും എല്ലാം വാരി എറിയണത്, വെള്ളമാണ് അടിക്കണത്. ഞാൻ അടിച്ച് കയറ്റി വെച്ച് കൊടുത്ത് അണച്ച്. ഇത് ആര് പറഞ്ഞു കട കത്തിയാര്? ആര് പറഞ്ഞെന്നാ? സാറേ ഓടിവാ എന്റെ കട നിന്ന് കത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ആ ഫോണിൽ എന്നെ വിളിച്ചു? 84. ഇത് എന്റെ നമ്പർ അല്ല. നമ്പരല്ലേ? അല്ലെന്ന്. അയ്യോ പിന്നെ ഇത് ആരെ നമ്പര്? എനിക്കറിഞ്ഞൂടാ. അയ്യോ എന്റെ മൊബൈൽ കടയിലോട്ട് അടങ്ങി വിളിച്ച് ചോദിക്കട്ടെ ദൈവമേ. ഹലോ ഹലോ, ഫോഴ്സ് ഓഫീസർ. നിന്നെ 1.5 മണിക്കൂറായില്ലോടാ ഞാൻ വിളിച്ചിട്ട്. എന്റെ കട കത്തി നശിക്കുന്നു. തീ അണയ്ക്കാത്ത എന്താണ് ദുഷ്ടന്മാരെ? അല്ല, നിങ്ങൾ വിളിച്ചു പറഞ്ഞ കടയുടെ അവിടെ ഞാൻ എത്തി. തീ അണച്ചോണ്ടിരുന്നപ്പോ ഒരുത്തമെന്ന് പറയാണ് ഈ കട കത്തിയിട്ടേ ഇല്ലാന്ന്. നീ ഏത് കട തീ അണച്ചെന്നാണ് പറഞ്ഞത്? എല്ലാ കട ഇപ്പൊ കത്തി തീരാനാണ്. നിങ്ങളിപ്പോ എവിടുന്നാണ്, ഏത് ജംഗ്ഷനിൽ നിന്നാണ് വിളിക്കുന്നത്? എടാ ഞാൻ പരവൂര് സവാള ഷോപ്പ് കത്തിയെന്നല്ലോടാ വിളിച്ചു പറഞ്ഞേ. പരവൂരുള്ള സവാള ഷോപ്പാ? ഒരു മിനിറ്റ്. അയ്യോ, പറവൂരുള്ള സലാല ഷോപ്പ്. അയ്യോ എത്ര കോടി രൂപയുടെ മുതലാണെന്ന് അറിയാമോ? കണ്ട ഒരുത്ത ഉറിഞ്ചി കളയണ വെള്ളം. അതെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഇടതടവില്ലാത്ത ജോലിഭാരം, ഉറക്കമില്ലായ്മ, അസമയത്തുള്ള വെള്ളമടി, അച്ഛൻ സുഖമില്ല കിടക്കുന്നു, അമ്മയാണെങ്കിൽ 2 കണ്ണും കിളിഞ്ഞ് കിടക്കുകയാണ്, കാഴ്ചയില്ല. ഇങ്ങനെയൊക്കെ ഒരു പരുവത്തിൽ ജീവിച്ചൊക്കെ പോണ്. ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം കടയുടെ പേര് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ചെറുതായിട്ട് മാറിയെന്നോ? നമ്മളെ തീ കത്തിയതേ അങ്ങ് പരവൂരുള്ള സവാള ഷോപ്പാണേ. ഞാൻ വെള്ളമടിച്ച തീ അണച്ചത് ഏതെന്നറിയാമോ? അയ്യോ എന്റെ പറവൂരുള്ള സലാല ഷോപ്പില് ഞാനിപ്പോ എന്താ വേണം പറ. ഒന്നാമത് 3-4 ദിവസം ഈ കട അടച്ചിട്ടേക്ക് ഇന്നാ തുറന്നത്. എന്തിനീ 4-5 ദിവസം ഇങ്ങനെ അടച്ചു വെച്ചത്? ഇടക്കിടക്ക് തുറക്കുമ്പോൾ ചിലപ്പോ സാധനം വളിച്ചു പോയാലോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്തിനാണ് ഇങ്ങനെ കട ഇങ്ങനെ അടച്ചിട്ടേന്ന്? അറിയാമോ? ലളിതമായി ഒളിച്ചോടി പോയി. ഒളിച്ചോടണവരാരെങ്കിലും ആർഭാടമായിട്ട് ഓടുവോ? ലളിതമായില്ലേ ഒളിച്ചോടാൻ പറ്റുള്ളൂ. അതല്ലെന്ന്. പിന്നെ എന്റെ അമ്മായി ലളിതമായി ഒളിച്ചോടി പോയെന്ന്. ആരെ കൂടെ? 24 മണിക്കൂറും പേരയ്ക്ക് തിന്നുന്ന ഒരു തമിഴൻ, അണ്ണാമലൈ. 24 മണിക്കൂറും പേരയ്ക്ക് തിന്നണവനാണെങ്കിൽ അണ്ണാമലൈ നല്ല പേര്. പിന്നെ മലയണ്ണാൻ. സംഭവം ഈ ആൾക്കാർ വരുമ്പോ നന്നാക്കണ്ടെന്ന് പോണ അവര് വരുമ്പോ ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. സംഭവം തെറ്റെന്റെ ഭാഗത്തും കൂടെ ആണല്ലോ. കടയുടെ പേര് മാറി വന്ന് അണച്ചു പോയല്ലോ തീ. ഞാൻ ജംഗ്ഷനിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ കടയുണ്ട്. നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പറിച്ചു വെച്ചാലോ? പിന്നെ ചീരവിത്തല്ലേ അങ്ങോട്ട് പറിച്ചാ? പറഞ്ഞപ്പോ എളുപ്പം എന്തൊക്കെ നീക്കുപോക്കുള്ള പഞ്ചായത്തിൽ പോണ മുനിസിപ്പാലിറ്റി വില്ലേജ് ഓഫീസർ ഒരുപാട് കിടന്ന് അലയണോന്ന്. എന്തിന് ടെൻഷൻ അടിക്കുന്നത്? ഇവിടുത്തെ MLA എന്റെ അളിയനല്ലേ? അളിയനാണോ? ഓ പോളമല്ലേ എന്റെ അളിയനല്ലേ? അളിയന്റെ അടുത്ത് പറഞ്ഞ ഒരൊറ്റ ഒപ്പിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. അളിയ ഇതിന്റെ ആളാണ്. കൈ പറയല്ലേ? അല്ലെന്ന്. പൈസക്ക് ഭയങ്കര ആർത്തിക്കാരനാണോ? പൈസ എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ എനിക്കൊരു ഷോപ്പ് ഉണ്ടാക്കി തരണേ. എല്ലാ ഷോപ്പ് ഉണ്ടാക്കി തരും ധൈര്യമായിട്ട്. ഫോൺ വന്ന് പറക്കി നോക്കത് ഓപ്പാണോന്നൊക്കെ. ഹലോ സാറേ, ഞാൻ മൊബൈൽ കട എടുത്തിട്ട് സാറേ. അയ്യോ SI വരുന്നു. വരട്ട്. ഒരു SI പരിചയപ്പെട്ടിരിക്കുന്നത് നല്ല കാര്യം. പരിചയപ്പെടാൻ പറ്റിയ സമയമാണ്. അയാൾ ഒരു ഫോൺ ഇവിടെ നന്നാക്കാൻ കൊടുത്തത്. അയാൾ വരുമ്പോ ഞാൻ എന്തോ പറയും. എടുത്തു കടങ്ങോട്ട്. പിന്നെ എടുത്തു കൊടുക്ക എല്ലാം നനച്ചിട്ടേക്കുമല്ലോ. ഇനിയിപ്പോ എന്തോ ചെയ്യും എനിക്കറിഞ്ഞോ. എന്തെങ്കിലും ഞാൻ അയാളെ റൂട്ട് തെറ്റിച്ച് വിട്ടോളാം. വിടുവോ? ധൈര്യം പറ്റി സാറേ. ആ കൈക്കൂലി കേസിന്റെ പ്രധാന തെളിവടങ്ങിയ ഫോൺ എന്റെ കയ്യിലായിപ്പോയി. അറിയാതെ ഞാനത് വീട്ടിൽ കൊണ്ടുപോയി എന്റെ കൊച്ചെടുത്ത് കളിച്ച് താറലിട്ട് പൊട്ടിച്ചു. സംഭവം ശരി, അറിയാതെ പറ്റിയതാ. അത് ഞാനിവിടെ ഈ കടയിൽ കൊടുത്തിട്ടുണ്ട്. അവൻ ഇന്ന് തന്നെ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാറേ വിളിക്കില്ല. കൊണ്ടുവരാം. ഫൈനൊന്നും ഞാൻ പോയി കൊണ്ടുവരാം സാറേ. ഓക്കെ സാറേ, ഓക്കെ. ആഹാ, കടയൊക്കെ എന്നും കഴുകാറുണ്ടല്ലേ? അങ്ങനെ വേണം. അതെന്താ അറിയുമ്പോ നല്ല കച്ചവടമുണ്ട്. നമ്മൾ എന്നും കഴിവും സാറാണല്ലേ. ഫോണൊക്കെ എങ്ങനെ മൂവിങ് ഉണ്ടോ? മൊത്തം മൂവി ഇരിക്കുക തന്നെ. 15 ഫോൺ അങ്ങനെ പോയി. പുരോഗമനം ഉണ്ടെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. സെക്യൂരിറ്റി ഒക്കെ നിർത്തിയിട്ടുണ്ടല്ലോ നീ. സെക്യൂരിറ്റി എന്ന്? ഞാൻ സെക്യൂരിറ്റി അല്ല. അല്ലേ? പിന്നെ ഞാൻ ഈ ഫയറിന്റെ ആളാണ്. നിന്നെ ഞാൻ നോക്കി നടക്കുവായിരുന്നു. നീ അല്ലേടാ കുരുത്തക്കേട് നാട്ടിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നവൻ? അയ്യോ അതല്ലെന്ന്. ഫയർ ഫോഴ്സ്. വെള്ളം കൊണ്ടാണോ
കാറ്റ് കൊണ്ടാണോ തീ അണയ്ക്കുന്നേ? വെള്ളം കൊണ്ട്. കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. ചിലപ്പോ ഊതി അണയ്ക്കുവാന്നൊന്നും അറിയത്തില്ലല്ലോ. പോണേ. ഓക്കെ ബൈ സാർ. താങ്ക് യു സാർ. ടാറ്റാ. താങ്ക് യു. നൈസായിട്ട് ഒഴിച്ച് വിട്ടേക്കാൻ. അയ്യോ, എന്നെ എന്തിനാ പറഞ്ഞോട്ടെ? ഞാൻ കേറിയല്ലോ. ഫോണെന്ന് പറഞ്ഞു സാറ്. ഫോണെന്നല്ല പറഞ്ഞു. എടാ ഞാൻ ശരിയാക്കുന്ന ഫോണ് തരാം. ശരിയാക്കാൻ തന്ന ഫോണ് കൊടുക്കാൻ പറയണ്. സാറേ, സാർ ഈ നോർത്ത് സ്റ്റേഷനിലെ അതെ അതെ അതെ, നോർത്തിലെ എസ് ഐ ധീര വിലോചനൻ. സാറിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, ഇന്നലത്തെ പത്രത്തിൽ കണ്ടായിരുന്നു. എന്ത് കിടുക്കാച്ചി ഫോട്ടോ ആയിരുന്നു സാറേ അത്. പിന്നെ അയ്യട അത് കയ്യിരിക്കത്തുള്ളൂ. ഫോണുതാ. ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സാറിന് പ്രൊമോഷന് വേണ്ടി കിടുക്കൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആണോ? എനിക്ക് പെട്ടെന്ന് പ്രൊമോഷൻ വാങ്ങിക്കാനായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ വീർപ്പൂട്ടിരിക്കുകയാണ്. അതായത് രാത്രി ഒരു 11:30 മണിയൊക്കെ ആവുമ്പോ ആ പാലത്തിന്റെ അടുത്ത് 3-4 പയ്യന്മാര് വളഞ്ഞിരുന്ന് വെള്ളമൊടിയെന്ന്. നടുവേനെടുക്കത്തില്ലടോമാരുടെ എന്തോ സാറേ? ഒരു കുപ്പി തീരുന്നിടം വരെ വളഞ്ഞു കുത്തിയിരുന്ന് വെള്ളം അടിക്കാൻ. അങ്ങനെ വെള്ളം അടിക്കുന്നതല്ല, പിന്നെ എങ്ങനെ മദ്യപിക്കുന്നെന്ന്. ആണോ? സാറൊന്ന് പോയി കഴിഞ്ഞാൽ കിട്ടും. ആ കിട്ടും. അച്ചാറിന്റെ കവറും കപ്പലിന്റെ തോടും അത്രയ്ക്ക് വോട്ട് കിട്ടിയിട്ടില്ല. പിന്നെ 11 മണിക്ക് പോകുന്നു. അതല്ല സാറേ, അവരെ പിടിക്കണോന്ന് പറ. ആ ശരി, ഞാൻ എന്നാ പിടിച്ചിട്ട് വരാം. മോശം വാങ്ങിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ, ഫോൺ കിട്ടിയില്ല. എന്റെ ഫോണ് കോടതി ഹാജരാക്കുള്ള ഫോൺ കിട്ടിയില്ല. സാറിന്റെ ഫോണെന്ന് പറയണത് എന്നാ സാറേ? എന്റെ വീട്ടിൽ അക്വേറിയം ഇല്ല. എന്താ? മാനത്ത് കണ്ണിയൊക്കെ കിടക്കുന്നു. മാനത്ത് കണ്ണിയോ? ഇവിടെ എവിടെ നിന്നോ ടാങ്കി വെള്ളം കെട്ടുന്നത്? പിന്നെ ഞാൻ ചൂണ്ടായിട്ട് പിടിച്ചോണ്ട് വന്നല്ലേ. ആറ്റിന്ന് തോട്ടിന്ന് അടിച്ചു കയറ്റി പല സാധനം കയറി വരും ഇങ്ങോട്ട്. സാറേ, ഈ മാനത്ത് കണ്ണി ഒന്ന് പകുന്ന സാറിന്റെ ഫോണ് കിട്ടും. ഇങ്ങനെ നോക്കിയാണ്. എന്റെ ഓപ്പൊന്നല്ലേ? എടാ നിന്നോട് ആര് പറഞ്ഞതാ ഈ ഫോൺ എടുത്ത് വെള്ളത്തിലിടാൻ? അതാരും പറഞ്ഞല്ലേ സാറേ? എടാ ഞാനിത് കൊണ്ടു തന്നപ്പോ പറഞ്ഞല്ലേടാ സുപ്രധാന ഒരു കേസിന്റെ തെളിവാന്ന് പറഞ്ഞല്ലേടാ? പറഞ്ഞായിരുന്നു. ഇന്ന് ഞാനിത് വാങ്ങിക്കാൻ വരുമെന്ന് നിന്നോട് പറഞ്ഞല്ലേ? ഇന്ന് 11 മണിക്ക് ഇത് കോടതി ഹാജരാക്കാനുള്ള നിനക്ക് അറിയത്തില്ലായിരുന്നോടാ? എന്താ വേണ്ടാത്തെ? പറഞ്ഞ സാർ അടിക്കും. പറഞ്ഞില്ലേലും അടിക്കും. എന്താ ജോലി പോയേ? സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തുവാ സംഭവം? സത്യം പറഞ്ഞ ഇത് ഞാനല്ല. പിന്നെ ഈ ഫയർഫോഴ്സുകാരെ ഏതോ സവാളക്കടയിൽ പോണ്ടവൻ സലാലക്കട എന്ന് പറഞ്ഞ് ഇതാണ്ട സ്ഥലം മാറി ഇതിനകത്ത് വെള്ളം അടിച്ചാ സാറേ. കട മാറിപ്പോയി, പേര് മാറിപ്പോയി, അറിയാതെ അടിച്ചുപോയി. സാറിന്റെ ജോലി ഒന്നും തെറിക്കൂല. സാർ ധൈര്യമായിട്ട് ഇരി. എങ്ങനെ ധൈര്യമായിട്ടിരിക്കും? സുപ്രധാന തെളിവാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്. സാർ ധൈര്യമായിട്ട് ഇരി സാറേ. എന്ത് പറഞ്ഞു മനസ്സിലാക്കി കോട്. പോൾ അളിയന്റെ എന്റെ അളിയനാണെന്ന് എം എൽ എ പറ. എം എൽ എ പോൾ മനസ്സിലാക്കിക്കോട് സാറേ. ആ നിക്കണ ആരെന്നറിയാമോ? ആരാ? അമല പോളിന്റെ അളിയനാ. ഉണ്ടാക്കി കൊണ്ടുവരുന്നത് MLA പോള് അളിയനാ. നമ്മളെ MLA പോളില്ലേ, സ്വന്തം അളിയനാണ്. സത്യം. എത്ര രൂപ തന്നു MLA നിനക്ക്? അല്ല അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് വീട് വെച്ചോണ്ടിരുന്നപ്പോഴേ ഒരു 4-5 ലോറി മെറ്റൽ ഇറക്കി തന്നു. പിന്നെ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ തരും. അപ്പൊ ഇനി നീ വാങ്ങിക്കും? വാങ്ങിക്കും. ഉളുപ്പില്ലല്ലോ. നീ സ്ഥലം മാറി വെള്ളം അടിച്ചവനല്ല. നീ മനഃപൂർവ്വം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വെള്ളം അടിച്ചല്ലോടാ. അയ്യോ, പറഞ്ഞത് കറക്റ്റ് ആണ്. എടാ നീ ഇപ്പൊ പറഞ്ഞ നിന്റെ MLA അളിയനുണ്ടല്ലോ, അവൻ കൈക്കൂലി വാങ്ങിക്കിന്റെ ദൃശ്യമടങ്ങിയ ഫോണാണ് ഇവിടെ ഞാൻ ശരിയാക്കാൻ കൊടുത്തത്. ആ തെളിവാണ് നീ ഇപ്പം വെള്ളം അടിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത്. നിന്നെ ഞാൻ പൂട്ടും. സാറ് പറഞ്ഞ കറക്റ്റാ. നിന്നെ പ്രതിയാക്കും. അല്ല മര്യാദക്ക് ഫോൺ ശരി. മനഃപൂർവ്വം വെള്ളം അടിച്ചല്ലേ സാറേ? അത് ഇയാളല്ലേ പ്രതി? ഞാനെവിടെ പ്രതിയാവും? നിന്റെ കട വെച്ചില്ല സംഭവിച്ചപ്പോ നീ പ്രതിയാണ്. സാർ എന്റെ പേര് കേസ് എടുക്കരുത്. ഈ ഫോണല്ലേ? അതെ, കുഴപ്പമില്ല. അപ്പുറത്തെ മൊബൈൽ കടയിൽ ഉമേഷ് എന്ന് പറയുന്നവനുണ്ട്. അപ്പൊ മൊബൈലിൽ നിന്ന് വെച്ച ഭ്രാന്തനാണ്. അവന്റെ അടുത്ത് പോയി നന്നാക്കിക്കൊണ്ട് ഞാൻ തരാം. ഒട്ടും ശരിയാക്കൊണ്ടു ഓടി വരാം. ഉമേഷേ, ഉമേഷേ. വരട്ടെ. ഇങ്ങോട്ട് മാറിക്കടാ. നീ ഏത് ഫയർ സ്റ്റേഷനിലാടാ? കൊല്ലവോ? അല്ല, കായംകുളമോ? നെറ്റി വളർത്തി തരുമ്പോ നിനക്ക് നെറ്റിപ്പോകത്തില്ല. വരട്ടെ. സാറേ നന്നാക്കി ശരിയാക്കിയോ? സാറേ 5 വർഷമല്ല, ഈ തെളിവ് കൊണ്ട് ഒരു 10 വർഷമെങ്കിലും ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട്. അങ്ങനെ വേണം. ഈ SI ധീര വിലോചനം വിചാരിച്ചാൽ ഈ നാട്ടിൽ പലതും നടക്കുമെന്ന് MLA മാരും എല്ലാവരും മനസ്സിലാക്കണം. എന്റെ MLA അളിയൻ 10 വർഷം അകത്ത് കിടന്ന് ഉണ്ടതിന്നു. MLA അളിയനല്ല, പിന്നെ ഈ നിൽക്കുന്ന സാറ്. ഞാൻ പറഞ്ഞിട്ട് സാറ് ഉമേഷ് എന്ന് പറഞ്ഞ മൊബൈലിന്റെ ഭ്രാന്തനാണെന്ന്. അവൻ കുറെ നാൾ മുമ്പ് ഡിലീറ്റ് ആയ വീഡിയോ വരെ അവൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മൊത്തം ഒരു 40 വീഡിയോ ഉണ്ട്. MLA ഒരെണ്ണം, ബാക്കി 39 എണ്ണവും സാറിന്റെ സാറേ. സുപ്രധാനമായ തെളിവാണ് അതിനകത്ത്. സാറ് വെറുതെ വെള്ളത്തിൽ മുക്കി ഫോണിനെ ചീത്തയാക്കല്ലേ സാറേ. എടാ MLA ഒരു വീഡിയോ ലീക്ക് ചെയ്താൽ MLA ചിലപ്പോ 5 വർഷം അകത്ത് കിടക്കുമായിരിക്കും. പക്ഷെ ബാക്കി 39 വീഡിയോ ലീക്ക് ചെയ്താൽ ജീവിതകാലം മൊത്തം ഞാൻ വെളിയിൽ കിടക്കേണ്ടി വരുവാടാ. വെളിയിൽ കിടക്കേണ്ടി വരും? ആ, വീടിന് വെളിയിൽ
ഭാര്യ അറിഞ്ഞാൽ അങ്ങനെ അല്ലയോടാ. സാറേ എന്തൊക്കെയായിരുന്നു പട്ടായ, മൈസൂര്, ഇതൊക്കെ എന്തിനടുത്ത് ഞാൻ വീഡിയോ വെച്ചതാണോ ദൈവമേ.